നാണു ഇരിക്കുന്നിടത്ത് നിന്ന് അല്പം മാറിയിരിക്കുക. ഗുരുമൊഴി ശിരസാ വഹിക്കുന്നു. പക്ഷേ പറഞ്ഞതിന്റെ പൊരുൾ പിടികിട്ടിയില്ല. നാണു ഇപ്പൊ ഇരിക്കുന്ന സ്ഥലം ഉയർന്ന ജാതിയിൽപ്പെട്ട ശിഷ്യന്മാർക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ്. അത്രേ ഉള്ളൂ. ആശാന്റെ നിർദ്ദേശം വിനയപൂർവ്വം അനുസരിക്കുന്നു. ആചാര്യവചനം അനുസരിക്കുന്നവൻ ഉത്തമ ശിഷ്യൻ, മനസ്സില്ലാ മനസ്സോടെ ചെയ്യുന്നവൻ മധ്യമൻ, ഗുരുവചനത്തെ നിന്ദിക്കുന്നവൻ അധമ ശിഷ്യൻ. നാണു ഏത് വിഭാഗത്തിൽപ്പെടും ആശാനെ? അറിഞ്ഞുകൊണ്ടല്ലേ നാണു അവിടെ ഇരുന്നത്? ഗുരു പറഞ്ഞത് ആ ക്ഷണത്തിൽ തന്നെ നാണു അനുസരിച്ചു. തീർച്ചയായും ഉത്തമ ശിഷ്യൻ തന്നെ. ആചാര്യവചനവും പ്രസാദവുമാണ് പുണ്യമെന്നറിയാം. എങ്കിലും ചില സംശയങ്ങൾ ബാക്കി. ഏത് സംശയവും ആചാര്യനോട് ചോദിക്കാം. അങ്ങനെയാണ് വേണ്ടതും. എന്താ, കേക്കട്ടെ? പൂർണ്ണ ആദരവോടു കൂടിയാണ് ചോദ്യം. കൊച്ചു സംശയത്തിന് ഇത്രയും ദൈർഘ്യമോ? സംശയം ഒരിക്കലും നിന്ദയും അനാദരവും ആകരുതല്ലോ. അതുകൊണ്ടാ വലിച്ചു നീട്ടിയത്. കാച്ചി കുറുക്കിയ പാലിനല്ല രസം നാണു. ഇപ്പൊ ധൈര്യം വന്ന പോലെ പറയട്ടെ. ഇരിപ്പിന്റെ സ്ഥാനം മാറി. പക്ഷേ ഏത് ദിശയിൽ നിന്ന് വരുന്ന വായുവാണ് ശ്വസിക്കേണ്ടെന്ന് പറഞ്ഞില്ല. ഇതുവരെ അതറിഞ്ഞിട്ടാണോ ശ്വസിച്ചത്? ഇല്ല, ഇതുവരെ അത് വേണ്ടി വന്നില്ല. ഇപ്പോ സ്ഥലം മാറേണ്ടി വന്നപ്പോ തോന്നിയ സംശയം. പൊരുൾ ഗ്രഹിക്കാൻ കാര്യകാരണം കൂടി അറിയണ്ടേ? ആചാര്യനെ വിസ്തരിക്കാൻ ശിഷ്യനവകാശമുണ്ടോ? ഉത്തമ ശിഷ്യൻ ഒരിക്കലും ആചാര്യനെ അനാദരിക്കില്ല. മറ്റാരും ഇടപെടണ്ട. ഞാൻ തന്നെ സംശയം തീർക്കാം. സംശയം അടിവേരോടെ പിഴുതെറിയണമെന്ന് ആചാര്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞത് ഓർമ്മയുണ്ട്. സംശയം ശേഷിച്ചാൽ തകര പോലെ മുളയ്ക്കും. ഇനിയുണ്ടോ സംശയം? ഒന്ന് രണ്ട് സംശയങ്ങൾ കൂടിയുണ്ട്. അനാദരവാവില്ലെങ്കിൽ നാണുവിന്റെ സംശയം അഗാധമാണ്. ഒത്ത പൊക്കവും ഉണ്ട്. മടിക്കണ്ട, ചോദിച്ചോളൂ. എല്ലാരും ശ്വസിക്കുന്ന വായു